ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ കുറെ എപ്പിസോഡുകളിലായി Kdenlive എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. നമ്മൾ വീഡിയോ കാണുമ്പോഴും TV കാണുമ്പോഴും സിനിമ കാണുമ്പോഴും ഒക്കെ തന്നെ ഒരു സ്ക്രീനിൽ തന്നെ 2 വീഡിയോകൾ പ്ലേ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സ്പ്ലിറ്റ് സ്ക്രീൻ എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് സ്പ്ലിറ്റ് സ്ക്രീൻ Kdenlive ചെയ്യുക എന്നതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കാദ്യം Kdenlive തുറക്കാം. ആപ്ലിക്കേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ, Kdenlive തുറന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. ന്യൂ 30 FPS ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 വീഡിയോ ക്ലിപ്പ് നമ്മൾ കൊണ്ടുവരികയാണ്. ആഡ് ക്ലിപ്പ്. അപ്പോൾ നമുക്ക് 2 വീഡിയോ ക്ലിപ്പ് കിട്ടിയിരിക്കുകയാണ്. ഈ 2 വീഡിയോ ക്ലിപ്പ് ഒന്നിൻ്റെ ഒരു സൈഡിലായിട്ട് മറ്റൊന്ന് കൂടെ പ്ലേ ചെയ്യണം. അതാണ് നമുക്കിപ്പോൾ വേണ്ടത്. അതിന് ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പ്, മെയിനായിട്ട് പ്ലേ ചെയ്യേണ്ട വീഡിയോ ക്ലിപ്പ് നമ്മൾ വീഡിയോ 1 ഇട്ടു. അതിൻ്റെ സൈഡിൽ പ്ലേ ചെയ്യേണ്ടത് വീഡിയോ 2 ഇട്ടു. ഇങ്ങനെ 2 വീഡിയോ ക്ലിപ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് വലുതാണ്, ഒന്ന് ചെറുതാണ്. അപ്പോൾ ഇത് ഒരേ വലിപ്പത്തിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 2 വീഡിയോ ക്ലിപ്പ് വന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ചെറുതാക്കേണ്ടുന്ന വീഡിയോ ക്ലിപ്പ്, അത് ഏറ്റവും മുകളിലുള്ള വീഡിയോ ക്ലിപ്പിലാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്കിവിടെ ട്രാൻസിഷൻ ഇഫക്ട്സ് 2 ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഇഫക്ട്സിൽ മുകളിൽ വീഡിയോ സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ഓൾ ഇഫക്ട്സ് ഉണ്ട്, വീഡിയോ ഇഫക്ട്സ് ഉണ്ട്, ഓഡിയോ ഇഫക്ട്സ് ഉണ്ട്, കസ്റ്റം ഇഫക്ട്സ് ഉണ്ട്, ഫേവറേറ്റ് ഇഫക്ട്സ്, അങ്ങനെയൊക്കെ കാണാം. അതിൽ വീഡിയോ ഇഫക്ട്സിൽ താഴത്തേക്ക് വന്നാൽ ക്രോപ്പ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് കാണാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഇഫക്ട്സ്, അതിന് കീഴിലുള്ള ഒരുപാട് ഇഫക്ട്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇവിടെ പൊസിഷൻ ആൻഡ് സൂം എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട വീഡിയോ ക്ലിപ്പിൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ വന്ന മാറ്റം, ഇവിടെ പൊസിഷൻ സൂം എന്ന് വന്നു. ഇവിടെ പ്രോപ്പർട്ടീസിൽ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ സെർച്ചിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല എങ്കിൽ, ക്രോപ്പ് ആൻഡ് ട്രാൻസ്ഫോമോ അല്ലെങ്കിൽ പൊസിഷൻ ആൻഡ് സൂമോ കാണുന്നില്ല എങ്കിൽ, ഇവിടെ ഈ സെർച്ചിൽ ടൈപ്പ് ചെയ്ത് പൊസിഷൻ ആൻഡ് സൂം എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. അല്ലെങ്കിൽ ക്രോപ്പ് ആൻഡ് ട്രാൻസ്ഫോം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്രോപ്പ് ആൻഡ് ട്രാൻസ്ഫോം വരും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷൻ ആൻഡ് സൂം നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്തതായി നമ്മൾ ഈ മോണിറ്ററിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. മോണിറ്റർ നമുക്കിവിടെ ഉണ്ട്. ഈ മോണിറ്ററിൻ്റെ താഴെയായിട്ട് ഇവിടെ ഷോ ഹൈഡ് എഡിറ്റ് മോഡ് എന്ന് കാണാം. അത് എഡിറ്റ് മോഡ് ഷോ ചെയ്യാനും അത് ഹൈഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊസിഷൻ ആൻഡ് സൂം വെച്ചതുകൊണ്ട് എഡിറ്റ് മോഡ് ആക്റ്റീവായിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ചുവന്ന നിറത്തിൽ ഒരു ബോർഡർ ഇതിന് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതിൻ്റെ കോർണറിൽ മൗസ് പോയിൻ്റർ കൊണ്ടുവെക്കുന്ന സമയത്ത് മൗസ് പോയിൻ്റർ മാറുന്നത് കാണാം. അപ്പോൾ അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ചെറുതാക്കാം. ആവശ്യത്തിനനുസരിച്ച് ചെറുതാക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ പ്ലേ ചെയ്താൽ 2 വീഡിയോയും ഒരുമിച്ച് പ്ലേ ആവും.
രണ്ട് വീഡിയോയും ഒരുമിച്ച് പ്ലേ ആവുന്നത് കാണാം. ഇനി നമുക്കിത് ഇവിടെയല്ല വേണ്ടതെങ്കിൽ ഇതിൻ്റെ നടുവിലായിട്ട് ഒരു പ്ലസ് ചിഹ്നം കാണാം. ആ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കാം. ഇവിടെ വെച്ചിട്ട് ഒന്നുകൂടി വലുതാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ കോർണറിൽ പിടിച്ചിട്ടൊന്ന് വലിച്ചാൽ മതി. എന്നിട്ട് വീണ്ടും നമ്മൾ ഇത് ഒരു കോർണറിലേക്ക് വെക്കും. ഇനി ഈ ഷോ ഹൈഡ് എഡിറ്റ് മോഡിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഓക്കെ വീഡിയോ. ഇനി അത് പ്ലേ ചെയ്താൽ രണ്ട് വീഡിയോയും ഒരുമിച്ച് പ്ലേ ചെയ്യാം. ആവശ്യത്തിന് വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഈ വീഡിയോ കൊടുക്കാം. ഇനി ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്. രണ്ട് വീഡിയോയും സ്ക്രീനിൻ്റെ രണ്ട് പാർട്ടിൽ നിന്നാണ് നമുക്ക് പ്ലേ ചെയ്യേണ്ടതെങ്കിൽ വീണ്ടും നമുക്ക് ഈ പൊസിഷൻ ആൻഡ് സൂം വലിച്ചിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ ഷോ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രണ്ടാമത്തെ വീഡിയോയും നമുക്ക് ചെറുതാക്കാം. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്യും. ഇനി ഒന്നാമത്തെ വീഡിയോയിൽ വീണ്ടും സെലക്ട് ചെയ്ത് ഷോ എഡിറ്റ് മോഡ് കാണിച്ചു കഴിഞ്ഞാൽ അതും നമുക്കൊന്നുകൂടി വലുതാക്കി ഇങ്ങനെ പ്ലേ ചെയ്യിക്കാം. നമുക്ക് സാധാരണ ഇതുപോലെ ചിലപ്പോൾ 4 വീഡിയോ ഒക്കെ 4 സ്ക്രീനിൻ്റെ 4 വശത്ത് 4 വീഡിയോ പ്ലേ ചെയ്യുന്നതൊക്കെ കാണാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വീഡിയോ ട്രാക്കിൽ 4 വീഡിയോ ഇട്ടിട്ട് ഏറ്റവും മുകളിലത്തെ വീഡിയോയ്ക്ക് ആദ്യം ഇതുപോലെയുള്ള പൊസിഷൻ ആൻഡ് സൂം കൊടുക്കുക. എന്നിട്ട് അത് ചെറുതാക്കി ഒരു മൂലക്കേക്ക് വെക്കുക. രണ്ടാമത്തത് കൊടുക്കുക, മൂന്നാമത്തെ കൊടുക്കുക, നാലാമത്തെ കൊടുക്കുക. അങ്ങനെ 4 വീഡിയോയും നമുക്ക് പ്ലേ ചെയ്യിക്കാം. ഇനിയിപ്പോൾ 2 വീഡിയോ ആണ്, അതിങ്ങനെയാണ് പ്ലേ ചെയ്യിക്കേണ്ടതെങ്കിൽ ഇതിൻ്റെ ബാക്കി 2 ഭാഗം ബ്ലാക്കിലാണ് വരിക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിറകിൽ ഒരു കളർ ഇട്ട് കൊടുത്താൽ മതി. ഒരു കളർ സ്ലൈഡ് അതിൻ്റെ പിറകിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ബ്ലാക്ക് മാറിക്കിട്ടും. ഉദാഹരണമായിട്ട് ഇവിടെ ആഡ് കളർ ക്ലിപ്പ്. അപ്പോൾ കളർ കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ക്ലിപ്പ് കിട്ടും. ഈ കളർ ക്ലിപ്പ് വലിച്ച് നമുക്ക് ഈ ട്രാക്കിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ അതിൻ്റെ ബാക്കി ഭാഗം ബ്ലാക്കായിട്ട് നമ്മൾ കൊടുക്കുന്ന കളറായിട്ട് മാറും. അപ്പോൾ ഒരു ഇഷ്ടമുള്ള നല്ലൊരു കളർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഭാഗം അത് ആ കളറ് പ്ലേ ചെയ്തോളൂ. ഒരു ചിത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ചിത്രം അതിൻ്റെ പിറകിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ 4 വീഡിയോ ആണെങ്കിൽ 4 വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. ഇനി ഒരു വീഡിയോ ഫുള്ളായിട്ട് കൊടുക്കുകയും വേറൊരു വീഡിയോ അതിൻ്റെ മുകളിൽ ഒരു കഷ്ണമായിട്ട് കൊടുക്കുകയും നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത് പോലെ ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് പൊസിഷൻ ആൻഡ് സൂമിൻ്റെ വിൻഡോ ഒന്ന് പരിശോധിക്കാം. ഇതാണ് പൊസിഷൻ ആൻഡ് സൂമിൻ്റെ ഇഫക്റ്റിൻ്റെ വിൻഡോ. ഇതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ കോർണറിൽ പിടിച്ച് വലുതാക്കുകയാണ് ചെയ്തത്. അതിന് പകരം XYW എന്നൊക്കെ കാണാം. വിഡ്ത്ത്, ഹൈറ്റ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം, ഇവിടെ നിന്ന് കൊടുക്കാം. ഇനി ഇതിനെ പൊസിഷൻ ചെയ്യുന്നതിന് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എഡിറ്റ് മോഡിലേക്ക് സൈഡിലേക്ക് വരും, സെൻറ്ററിലേക്ക് പോവും, മുകളിൽ സെൻറ്റർ, താഴെ ഇങ്ങനെ മാറുന്നത് കാണാം. ഇനി ഇത് നമുക്കിപ്പോൾ വേണ്ടത് ഇവിടെയാണ്. ഇത് മാനുവലായിട്ടും ചെയ്യാം, ഇവിടെയാണ് വേണ്ടത്. ഇനി വേറെ ചില ഓപ്ഷൻസ് കാണാം ഇവിടെ. അഡ്ജസ്റ്റ് ടു ഒറിജിനൽ സൈസ്. അപ്പോൾ ആ ഭാഗം മുഴുവനായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഒരു ഭാഗം മുഴുവനായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതിൻ്റെ മറുഭാഗത്ത് നമുക്ക് ടൈറ്റിലൊക്കെ എഴുതി കാണിക്കണമെങ്കിൽ വീഡിയോ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഫിറ്റ് ഹൈറ്റ് ഉണ്ട്, ഇവിടെ ഫിറ്റ് വിഡ്ത്ത് ഉണ്ട്, അഡ്ജസ്റ്റ് ആൻഡ് സെൻറ്റർ ഇൻ ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പിന്നെ അതിൻ്റെ സൈസ് 47.45% ആക്കിയിട്ട് നമ്മളിപ്പോൾ കുറച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാം. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അത് ഒന്നുകിൽ കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ
ഡ്രോപ്പിൻ്റെ ഒരു ചിഹ്നം കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് കളറാണ് വേണ്ടതെന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് മൊത്തം മാറിപ്പോകും. അപ്പോൾ ഒരു വീഡിയോ മാത്രമേ കാണുകയുള്ളൂ, ബാക്കിയെല്ലാം മറിഞ്ഞു പോകും. അതുകൊണ്ടാണ് അത് നമ്മൾ ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇതാണ് ഈ സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമികമായ ഒരു കാര്യം. ഇതിനകത്ത് ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളിന്ന് സ്പ്ലിറ്റ് സ്ക്രീൻ എങ്ങനെ Kdenlive ചെയ്യാം എന്ന് കണ്ടു. ഇപ്പോൾ നമുക്ക് ആവശ്യമായ 2 വീഡിയോകൾ ഒരേ സ്ക്രീനിൽ തന്നെ പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒന്ന് ചെയ്തു നോക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.